നമസ്കാരം. ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് വകുപ്പുകളിൽ നിന്ന് അഭിപ്രായം തേടി സംസ്ഥാന സർക്കാർ. പെൺകുട്ടികളെ നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയരാക്കുന്ന കേന്ദ്രങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും 2020 വിവാഹ രജിസ്ട്രേഷൻ ബില്ല് നിയമമാക്കരുതെന്നും ജസ്റ്റിസ് JB കോശി കമ്മീഷൻ സർക്കാരിന് ശുപാർശ നൽകിയിരുന്നു. ഈ നിർണായക ശുപാർശകളിൽ ആഭ്യന്തര നിയമ വകുപ്പുകളിൽ നിന്ന് അഭിപ്രായം തേടി സർക്കാർ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. പെൺകുട്ടികളെ നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയമാക്കുന്ന കേന്ദ്രങ്ങളുണ്ടെങ്കിൽ അവയ്ക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന ജസ്റ്റിസ് JB കോശി കമ്മീഷന്റെ ശുപാർശയിൽ അഭിപ്രായം അറിയിക്കാൻ ആഭ്യന്തര വകുപ്പിന് സർക്കാർ നിർദ്ദേശം നൽകി. നിർബന്ധിത പരിവർത്തനം നടക്കുന്നുണ്ടെങ്കിൽ അത് തടയാനും ഉത്തരവാദികൾക്കെതിരെ കർശന നടപടിയെടുക്കാനും പോലീസിന് നിർദ്ദേശം നൽകണമെന്നും കമ്മീഷൻ ശുപാർശ ചെയ്തിട്ടുണ്ട്. ഈ വിഷയത്തിൽ ആഭ്യന്തര വകുപ്പിന്റെ അഭിപ്രായം സർക്കാർ ആരാഞ്ഞെങ്കിലും മറുപടി ലഭിച്ചോ എന്ന് ഇതുവരെ വ്യക്തമല്ല. കമ്മീഷൻ റിപ്പോർട്ട് സർക്കാർ ഔദ്യോഗികമായി പുറത്തുവിടാത്ത സാഹചര്യത്തിൽ പ്രതികരിക്കാൻ ഉദ്യോഗസ്ഥർ വിസമ്മതിച്ചു. വ്യത്യസ്ത ആരാധനക്രമത്തിൽ വിശ്വസിക്കുന്നവരുടെ വിവാഹങ്ങൾക്ക് പുരോഹിതരെ കാർമ്മികത്വം വഹിക്കാൻ നിർബന്ധിതരാക്കുന്ന 2020 കേരള വിവാഹ രജിസ്ട്രേഷൻ ബില്ല് നിയമമാക്കേണ്ടതില്ലെന്നാണ് കമ്മീഷന്റെ മറ്റൊരു പ്രധാന ശുപാർശ. ഈ ബില്ലിലെ വ്യവസ്ഥകൾ പ്രകാരം പുരോഹിതൻ ഉൾപ്പെടുന്ന ആരാധനക്രമത്തിൽ വിശ്വസിക്കുന്നയാൾ മറ്റൊരു ആരാധനക്രമത്തിലോ മതത്തിലോ വിശ്വസിക്കുന്നവരുമായി വിവാഹബന്ധത്തിന് തയ്യാറായാൽ പുരോഹിതൻ അത് നടത്തിക്കൊടുക്കാൻ ബാധ്യസ്ഥനായിരിക്കും. വിസമ്മതിക്കുന്ന പുരോഹിതന് 3 വർഷം തടവും 10,000 രൂപ പിഴയും ലഭിക്കുമെന്നും ബില്ലിൽ വ്യവസ്ഥയുണ്ട്. പുരോഹിതൻ ഉൾപ്പെടുന്ന ആരാധനക്രമത്തിൽ വിശ്വസിക്കുന്ന ആൾ മറ്റൊരു ആരാധനക്രമത്തിലോ മതത്തിലോ വിശ്വസിക്കുന്നവരുമായി വിവാഹബന്ധത്തിന് തയ്യാറായാൽ അത് നടത്തിക്കൊടുക്കാൻ പുരോഹിതൻ ബാധ്യസ്ഥനാണെന്നാണ് കമ്മീഷൻ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. സംസ്ഥാനത്തെ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസ, സാമ്പത്തിക പിന്നോക്കാവസ്ഥ, ക്ഷേമം എന്നിവ സംബന്ധിച്ച പ്രശ്നങ്ങൾ പഠിച്ച ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പൂർണ്ണമായി നടപ്പാക്കാത്തതിനെതിരെ വിവിധ അതിരൂപതകളും ക്രിസ്ത്യൻ സംഘടനകളും മുന്നറിയിപ്പുമായി രംഗത്ത് വന്നിരുന്നു. വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ സമുദായം മറുപടി നൽകുമെന്നും അവർ വ്യക്തമാക്കിയിരുന്നു. ഇതേ തുടർന്ന് കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആലോചിക്കുന്നതിനും തീരുമാനിക്കുന്നതിനുമായി ഫെബ്രുവരി 6 ബന്ധപ്പെട്ടവരുടെ യോഗം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ വിളിച്ചിരിക്കുകയാണ്. കമ്മീഷൻ റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധാരണജനകമായ വാർത്തകൾ പുറത്തുവരുന്നുണ്ടെന്നാണ് സർക്കാരിന്റെ വാദം. റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പിലാക്കുന്നതിലെ പുരോഗതി ചർച്ച ചെയ്യാൻ നേരത്തെ യോഗം വിളിച്ചിരുന്നു. കമ്മീഷൻ സമർപ്പിച്ച 284 ശുപാർശകളും 45 ഉപശുപാർശകളുമാണ് സംസ്ഥാന സർക്കാർ പരിഗണിച്ചത്. 17 വകുപ്പുകൾ പൂർണ്ണമായി ശുപാർശ നടപ്പിലാക്കുകയും 220 ശുപാർശകളിലും ഉപശുപാർശകളിലും നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് അവകാശവാദം.